ഹലോ മക്കളെ, അപ്പൊ നമ്മള് ജീവന്റെ ജനിതകം എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ DNA പറ്റിയിട്ടും RNA പറ്റിയിട്ടും ക്രോമസോമുകളെ പറ്റിയിട്ടും അല്ലെ, അവസാനം നമ്മൾ പറഞ്ഞ് ജീനുകളെ പറ്റിയും അതിന്റെ പ്രോട്ടീൻ നിർമ്മാണത്തെയും പറ്റി പറഞ്ഞ് നമ്മൾ ഗ്രിഗർ ജൊഹാൻ മെൻഡലിലായിരുന്നു പറഞ്ഞ് ലാസ്റ്റ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ ഗ്രിഗർ ജൊഹാൻ മെൻഡൽ ആണ് നമ്മുടെ ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആൻഡ് മെൻഡലിന്റെ പരീക്ഷണങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ്സ് ആണ് ഗ്രിഗർ ജൊഹാൻ മെൻഡൽ ചെയ്തു വെച്ചിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾ പഠിക്കുകയാണ് മെൻഡലിന്റെ പരീക്ഷണങ്ങൾ. മെൻഡൽ ആദ്യം നമ്മൾ പറഞ്ഞു, മെൻഡൽ 7 ഗുണങ്ങളെ എടുത്തിട്ടാണ് പരീക്ഷിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ചെടിയുടെ ഉയരം, പൂക്കളുടെ നിറം, പൂവിന്റെ പൊസിഷൻ, പോടിന്റെ നിറം, പോടിന്റെ ആകൃതി, സീഡ് വിത്തിന്റെ നിറം, വിത്തിന്റെ ആകൃതി എന്ന് പറഞ്ഞിട്ട് 7 സ്വഭാവങ്ങൾ എടുത്തിട്ട് അദ്ദേഹം പരീക്ഷിക്കുകയുണ്ടായി. ഓക്കെ, അപ്പൊ മെൻഡൽ ആദ്യം ഒരു ജോഡി വിപരീത ഗുണങ്ങളെ പരിഗണിച്ചിട്ടാണ് ഫസ്റ്റ് ഒരു ജോഡി വിപരീത ഗുണം, ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഗുണങ്ങളെ പരിഗണിച്ചിട്ടാണ് വർഗസങ്കരണ പരീക്ഷണം നടത്തുന്നത്. ആദ്യത്തെ പരീക്ഷണമാണ്. ആൻഡ് ഇത് ഒറ്റ ജോഡി ഗുണങ്ങളെ മാത്രം യൂസ് ചെയ്തതുകൊണ്ട് ഇതിനെ നമ്മൾ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്നാണ് അറിയപ്പെടുന്നത്. സോ ഇവിടെ സസ്യങ്ങള് മാതൃസസ്യങ്ങളായിട്ട് എടുത്തിട്ടുള്ള ചെടികള് എന്താണ്, ഒരു ജോഡി വിപരീത ഗുണങ്ങൾ എന്നല്ലേ പറഞ്ഞത്. ഏതാണ് ഇവിടുത്തെ വിപരീത ഗുണം? ഇവിടെ എടുത്തിട്ടുള്ള ഗുണം എന്ന് പറയുന്നത് ചെടിയുടെ ഉയരമാണ്. അപ്പൊ എന്ത് ചെയ്തു? വിപരീത ഗുണം എന്ന് പറയുമ്പോൾ ഒന്ന് ഉയരം കൂടിയത്, മറ്റേത് ഉയരം കുറഞ്ഞത്. അപ്പം ഉയരം കൂടിയതിനെ ഉയരം കുറഞ്ഞതുമായിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം വർഗസങ്കരണം നടത്തി അല്ലെ. ഉയരം കൂടിയതിനെ ഉയരം കുറഞ്ഞതുമായിട്ട് അദ്ദേഹം ക്രോസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് എന്താ കിട്ടിയത്? ഒന്നാം തലമുറ അല്ലെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ അല്ലെ, F1 എന്താ കിട്ടിയത്? ഉയരം കുറഞ്ഞൊരു ചെടിയാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതും തമ്മിൽ ക്രോസ് ചെയ്തപ്പം ഉയരം കൂടിയതാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം വിചാരിച്ചു, എന്തോ ഉയരം കുറഞ്ഞത് എവിടെ പോയി? അതായത് ഉയരം കൂടിയതും കുറഞ്ഞതും എടുത്തിട്ടുണ്ട് മാതൃസസ്യങ്ങളായിട്ട്, പക്ഷെ കിട്ടിയത് ഉയരം കൂടിയതാണ്. അപ്പം ഉയരം കുറഞ്ഞത് എവിടെ പോയിന്ന് അദ്ദേഹം ഡൗട്ട് വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഇതിനെ തന്നെ വീണ്ടും സെൽഫ് പോളിനേഷൻ ചെയ്തു. അപ്പൊ ഇതിനെ വെച്ചിട്ട് എന്ത് ചെയ്തു? ക്രോസ് ചെയ്തു. അതാണ് സെൽഫ് പോളിനേഷൻ ചെയ്തപ്പം അദ്ദേഹത്തിന് ഉയരം കൂടിയതും കിട്ടി, ഉയരം കുറഞ്ഞതും കിട്ടി. അതായത് ആദ്യത്തെ തലമുറ, അതായത് മാതൃസസ്യങ്ങളായിട്ട് വന്നപ്പം ഉയരം കുറഞ്ഞത് ഉണ്ടായിരുന്നു, പിന്നെ ഉണ്ടായപ്പോൾ ഉയരം കൂടിയതാണ്. പക്ഷെ രണ്ടാമത്തെ തലമുറയിലെത്തിക്ക് വീണ്ടും എന്ത് വന്നു? ഉയരം കുറഞ്ഞത് എന്ന് പറയുന്ന ഒരു ഗുണം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ ഒന്നാമത്തെ തലമുറയിൽ നമുക്ക് ആ ഗുണം കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ രണ്ടാമത്തെ തലമുറയിലേക്ക് വന്നപ്പോൾ എന്താണ്? ഉയരം കുറഞ്ഞത് എന്നുള്ളൊരു ഗുണം കൂടെ അവിടെ കാണാൻ പറ്റി അല്ലെ. അപ്പം ഇവിടെ എണ്ണത്തിന് വ്യത്യാസമുണ്ട് കേട്ടോ. 787 ഉയരം കൂടിയതും 277 ആണ് ഉയരം കുറഞ്ഞതും ഉള്ളത്. അപ്പം നമ്പറിൽ വ്യത്യാസമുണ്ട്. മോർ നമ്പർ എപ്പോഴും എന്താണ്? ഉയരം കൂടിയത് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഉയരം കുറഞ്ഞതും പക്ഷെ കുറവെങ്കിലും രണ്ടാം തലമുറയിലാണ് കിട്ടിയിട്ടുള്ളത് അല്ലെ, F2 കിട്ടിയിട്ടുള്ളത്. ഒന്നാം തലമുറയിൽ ആകെ ഉയരം കൂടിയത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ വിചാരിക്കും, ഇദ്ദേഹം എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കൊരു ഐഡിയ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെ. നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു ഐഡിയ? എന്താണ് ഇതിന്റെ കൺക്ലൂഷൻ എന്ന് വല്ലതും നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല അല്ലെ. അപ്പൊ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പം നന്നായിട്ട് മനസ്സിലാവും. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, അദ്ദേഹം ഫസ്റ്റ് തന്നെ ഉയരം എന്ന് പറയുന്ന ഒരു ഗുണം എടുത്തു നോക്കി, ഉയരം കൂടിയതും കുറഞ്ഞതും തമ്മിൽ വർഗസങ്കരണം നടത്തിയപ്പം അദ്ദേഹത്തിന് ഒന്നാമത്തെ തലമുറയിൽ കിട്ടിയിട്ടുള്ളത് ഉയരം കൂടിയതാണ്. അപ്പൊ അദ്ദേഹം വിചാരിച്ചു, അപ്പൊ ഉയരം കുറഞ്ഞത് എവിടെ പോയി എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഈ ഉയരം കൂടിയതിന് തന്നെ ഒന്നാം തലമുറയിലുള്ള സസ്യത്തെ തന്നെ എന്ത് ചെയ്തു? സെൽഫ് പോളിനേറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഉയരം കൂടിയതും കിട്ടി, ഉയരം കുറഞ്ഞതും കിട്ടി. പക്ഷെ കൂടുതൽ നമ്പർ കിട്ടിയിട്ടുള്ളത് ഉയരം കൂടിയത് തന്നെയാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ഒരു സാധനം കൂടെ പറയുന്നുണ്ട്, ഗുണങ്ങൾ തമ്മിലുള്ള അനുപാതം ഏകദേശം 3:1 എന്ന് പറയുന്ന അംശബന്ധത്തിൽ. അതായത് 3 ഉയരം കൂടിയ ചെടി ഉണ്ടാവുമ്പോൾ 1 ഉയരം കുറഞ്ഞ ചെടിയാണ് ഉണ്ടാവുന്നത്.
ഓക്കെ, ഇതാണ് മെന്റലിന് കിട്ടിയിട്ടുള്ള നിഗമനം എന്ന് പറയുന്നത്. അത് തമ്മിലുള്ള ഒരു അനുപാതം എന്ന് പറയുന്നത് എന്താണ്? 3:1 എന്ന് പറയുന്ന അനുപാതത്തിലാണ് മെന്റലിന് ഈ ഉയരം കൂടിയതും കുറഞ്ഞതും തമ്മിൽ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഗുണങ്ങളെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ വിത്തിനുള്ളിൽ ഉണ്ടാകാമെന്ന് അദ്ദേഹം ഊഹിച്ചു. അപ്പൊ അദ്ദേഹം ഊഹിച്ചു എന്ത്? ഈ ഒരു ഗുണങ്ങളെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ ഈ ചെടിയുടെ തന്നെ എവിടെ ഉണ്ടാവാം? വിത്തിന്റെ ഉള്ളിൽ ഉണ്ടാവാമെന്ന് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം അനുമാനിച്ചു. ഈ ഉയരക്കുറവ് എന്ന ഗുണത്തിന് കാരണമായ ഘടകത്തിന് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് കണ്ടെത്താൻ അദ്ദേഹം 1-ാം തലമുറയിൽ ലഭിച്ച ചെടികളെ സ്വപരാഗണത്തിനു വിധേയമാക്കി 2-ാം തലമുറ സസ്യങ്ങളെ ഉത്പാദിപ്പിച്ചു. അല്ലെ, സെൽഫ് പോളിനേഷൻ എന്ന് ഞാൻ പറഞ്ഞു. അതിനെയാണ് സ്വപരാഗണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് പോളിനേഷൻ ആണ്. 1-ാം തലമുറയിൽ വന്നപ്പം അതിന്റെ ഉയരം കുറഞ്ഞ ഗുണം കാണാനില്ല. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? 1-ാം തലമുറയിലെ ചെടീനെ തന്നെ എന്ത് ചെയ്തു? സ്വപരാഗണത്തിന് വിധേയമാക്കിയിട്ട് 2-ാം തലമുറ സസ്യങ്ങളെ എന്ത് ചെയ്തു? ഉത്പാദിപ്പിക്കുകയുണ്ടായി. അപ്പം പരിഗണിച്ച സ്വഭാവവും അവയുടെ ഗുണങ്ങളും. ഏത് സ്വഭാവമാണ് അദ്ദേഹം പരിഗണിച്ചിട്ടുള്ളത്? ഉയരം, അല്ലെ, ചെടിയുടെ ഉയരം എന്ന് പറയുന്ന ഒരു ഗുണമാണ് അദ്ദേഹം പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്. അവയുടെ ഗുണം എന്തായിരുന്നു? ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതും. 1-ാം തലമുറയിൽ പ്രകടമായതും മറഞ്ഞിരിക്കുന്നതുമായ ഗുണങ്ങൾ. 1-ാം തലമുറയിൽ പ്രകടമായിട്ടുള്ള ഗുണം ഏതാ മക്കളെ? ഉയരം കൂടുതലല്ലേ പ്രകടിപ്പിച്ചിട്ടുള്ളൂ. മറഞ്ഞിരുന്നത് ഏതാ? ഉയരം കുറവ്. അല്ലെ, 1-ാം തലമുറയിൽ ഉയരം കുറവ് എന്ന് പറയുന്ന ഒരു ഗുണം വന്നിട്ടില്ല. സ്വപരാഗണത്തിന്റെ പ്രാധാന്യം. അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് സ്വപരാഗണം ചെയ്തിട്ടുള്ളത്? മാതൃസസ്യത്തിൽ ഉണ്ടായിരുന്ന ഉയരം കുറവ് എന്ന ഗുണം 1-ാം തലമുറയിലേക്ക് വന്നപ്പോൾ കാണാനില്ല. അല്ലെ, മാതൃസസ്യത്തിലുള്ള, നിങ്ങൾ നോക്കിയേ, മാതൃസസ്യത്തിലുള്ള ഉയരം കുറവ് എന്ന ഗുണം 1-ാം തലമുറയിൽ വന്നപ്പോൾ അതില്ല, അത് കാണാനില്ല. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? വീണ്ടും ഇതിനെ സ്വപരാഗണം നടത്തി. അല്ലെ, അതാണ് സ്വപരാഗണം നടത്തിയപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് വീണ്ടും എന്ത് കിട്ടി? ഉയരം കുറവ് എന്ന് പറയുന്ന ഒരു ഗുണം 2-ാം തലമുറയിൽ അദ്ദേഹത്തിന് കിട്ടുകയുണ്ടായി. പിന്നെ 2-ാം തലമുറയിലെ ഗുണങ്ങൾ എന്താണ്? 3:1 എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു? 3 എണ്ണം ഉയരം കൂടിയതായിരുന്നു. അപ്പം ഒരെണ്ണം എന്താണ്? ഉയരം കുറവ് എന്ന അനുപാതത്തിലാണ് 2-ാം തലമുറയിലുള്ള സസ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? അപ്പം പയർ ചെടിയിലെ മറ്റ് 6 വ്യത്യസ്ത സ്വഭാവങ്ങളുടെ വിപരീത ഗുണങ്ങൾ അടിസ്ഥാനമാക്കി വർഗസങ്കരണ പരീക്ഷണം നടത്തിയപ്പോഴും ആദ്യ പരീക്ഷണത്തിന് സമാനമായ ഫലമാണ് മെന്റലിന് ലഭിച്ചത്. അപ്പം ആദ്യത്തെ പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നില്ലേ, അതുപോലെ തന്നെ ഇപ്പൊ ഉയരം എന്നുള്ള ഒരു ഗുണം വെച്ചിട്ട് അദ്ദേഹം പരീക്ഷണം നടത്തിയപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് ഫീച്ചേഴ്സ് കിട്ടി. അതേപോലെ തന്നെ ബാക്കി 6 എണ്ണവും ഇദ്ദേഹം വിപരീത ഗുണങ്ങൾ എടുത്ത് നോക്കി. ഏതൊക്കെയായിരുന്നു? പൂവിന്റെ നിറം, പൂവിന്റെ പൊസിഷൻ, പോടിന്റെ നിറം, പോടിന്റെ ആകൃതി, വിത്തിന്റെ ഗുണം, വിത്തിന്റെ നിറം, വിത്തിന്റെ ആകൃതി തുടങ്ങി 6 ഗുണങ്ങളെയും കൂടി അദ്ദേഹം എന്ത് ചെയ്തു? പരീക്ഷണത്തിന് വെച്ചു. ഇതേപോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിന് റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതാണ് പറഞ്ഞ സമാനമായ ഫലമാണ് മെന്റലിന് ലഭിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ ഇന്ന് ജീനുകൾ എന്ന് വിളിക്കുന്നതിനെ മെന്റൽ അദ്ദേഹം എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അദ്ദേഹം ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ് എന്നായിരുന്നു വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലെ, ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ് എന്നായിരുന്നു വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്താണ് ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടർ എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ മാതാപിതാക്കളിൽ നിന്ന് സ്വഭാവ സവിശേഷതകൾ സന്താനങ്ങൾക്ക് ലഭിക്കുന്നത് ലിംഗകോശങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ചില ഘടകങ്ങളിലൂടെയാണെന്ന് ഗ്രിഗർ മെന്റൽ അനുമാനിച്ചു. അപ്പം മാതാപിതാക്കളിൽ നിന്നുള്ള സ്വഭാവ സവിശേഷതകൾ അവരുടെ സന്താനം, അവരുടെ കുട്ടികൾക്ക് ലഭിക്കുന്നത് ലിംഗകോശങ്ങളിലൂടെ കൈമാറ്റം ചെയ്യുന്ന ചില ഘടകങ്ങളിലൂടെയാണ്. അല്ലെ, ലിംഗകോശം വഴി കൈമാറ്റം ചെയ്യുന്ന ചില എന്തൊക്കെയോ ഘടകങ്ങൾ കാരണമാണ് എന്ത് ചെയ്യുന്നത്? മാതാപിതാക്കളുടെ സ്വഭാവം അവരുടെ സന്താനങ്ങൾക്ക് ലഭിക്കുന്നത് എന്നാണ് ഗ്രിഗർ മെന്റൽ അനുമാനിച്ചിട്ടുള്ളത്. ഈ ഘടകങ്ങൾ ന്യൂക്ലിയസിലെ ക്രോമസോമുകളിൽ കാണപ്പെടുന്ന ജീനുകളാണെന്ന് കണ്ടെത്തിയത് മെന്റലിന്റെ കാലഘട്ടത്തിന് ശേഷമാണ്.
മെൻഡൽ എന്താ വിളിച്ചിട്ടുണ്ടായിരുന്നത്? അതിനെ ഒരു ഘടകമായിട്ട് മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായത്, അല്ലെങ്കിൽ ഒരു ഘടകം എന്നുള്ള വേർഡാണ് മെൻഡൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നീട് മെൻഡലിന്റെ കാലഘട്ടത്തിന് ശേഷം വന്ന സയന്റിസ്റ്റുകളാണ് ഈ പറഞ്ഞിരിക്കുന്ന ഈ മെൻഡൽ ഈ പറഞ്ഞു വെച്ചേക്കുന്ന ഘടകങ്ങൾ എവിടെയാണുള്ളത്? നമ്മുടെ കോശത്തിനുള്ളിൽ ന്യൂക്ലിയസിനുള്ളിലുള്ള ക്രോമസോമുകളിലാണ് ഇത് കാണപ്പെടുന്നത്, അതിനുള്ളിൽ കാണുന്ന ജീനുകളിലാണ് ഈ സംഭവം ഉള്ളത് എന്ന് പിന്നീട് മെൻഡലിന് ശേഷം വന്ന സയന്റിസ്റ്റുകളാണ് പറഞ്ഞു വെച്ചത് അല്ലെങ്കിൽ കണ്ടെത്തിയത്. ഒരു സ്വഭാവത്തെ നിർണയിക്കുന്ന ജീനിന് വ്യത്യസ്ത തരങ്ങൾ ഉണ്ടാവും. ഒരു സ്വഭാവത്തിനെ നിയന്ത്രിക്കുന്ന ജീനിന് വ്യത്യസ്ത തരം ഉണ്ടാവും. ഓരോ ജീനിന്റെ വ്യത്യസ്ത തരങ്ങളെ നമ്മൾ എന്ത് വിളിക്കും? അലീലുകൾ എന്നാണ് വിളിക്കുക. ഓരോ ജീനിന്റെ തന്നെ വ്യത്യസ്ത തരങ്ങൾ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ അലീലുകൾ അല്ലെങ്കിൽ അലീൽസ് എന്നാണ് വിളിക്കുന്നത്. നമുക്ക് ഇത് മെന്റലിന്റെ എക്സ്പെരിമെന്റിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ എന്താവും, ഇത് ക്ലിയർ ആവും കേട്ടോ. ഈ ഒരു ടോപ്പിക് ക്ലിയർ ആവും. സാധാരണയായി ഒരു ജീനിന് 2 അലീലുകളാണ് ഉള്ളത്. നോർമലി ഒരു ജീനിന് 2 അലീൽസ് ആണ് ഉണ്ടാവുക. വർഗസംകരണത്തിൽ നമ്മളിപ്പം ഉയരം എന്ന് പറയുന്ന ഒരു സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ജീൻ അല്ലെ, ഹൈറ്റ്, പ്ലാന്റിന്റെ ഹൈറ്റ്, ചെടിയുടെ ഉയരമാണ് നമ്മൾ ഒരു ഘടകമായിട്ട് കണക്കാക്കുന്നത്. ആ ജീന് അപ്പൊ 2 ജീനല്ലേ, അതായത് ഒരു ജീനിൽ 2 അലീലുകളല്ലേ ഉണ്ടാവുക, 2 അലീലുകൾ ഉണ്ടാവും. അപ്പം ആ ഉയരം എന്നുള്ള സ്വഭാവത്തെ നിർണയിക്കുന്ന ജീനിന്റെ വ്യത്യസ്ത അലീലുകളാണ് ഏതാണ്? ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും. ഓക്കെ, ക്യാപിറ്റൽ ടിയും ഉണ്ട്, സ്മോൾ ടിയും എന്താണ്? ഉയരം എന്ന് പറയുന്ന ഒരു സ്വഭാവത്തെ നിർണയിക്കുന്ന അലീലുകളാണ്. ഇതില് ക്യാപിറ്റൽ ടി എന്ന അലീൽ കൂടുതൽ, അതായത് ഉയരം കൂടിയ സസ്യത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഗുണത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ടിയും സ്മോൾ ടി എന്ത് ചെയ്യുന്നുണ്ട്? ഉയരക്കുറവിനെ കാണിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ ലെറ്റർ ടി എന്ന് പറയുന്നത് കൂടുതൽ കാണിക്കുന്ന അലീലും സ്മോൾ ലെറ്റർ ടി എന്ന് പറയുന്നത് ഉയരക്കുറവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു ജീവിയിലെ സ്വഭാവത്തിന്റെ പ്രകട രൂപത്തെ ഫീനോടൈപ്പ് എന്നും, ഒരു ജീവിയിലെ സ്വഭാവം ഏതാണോ പ്രകടിപ്പിക്കുന്നത് അതിന് നമ്മൾ ഫീനോടൈപ്പ് എന്ന് വിളിക്കും. അതിന് കാരണമായിട്ടുള്ള ജനിതക ഘടനയെ നമ്മൾ ജീനോടൈപ്പ് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഫീനോടൈപ്പ്, എന്താണ് ജീനോടൈപ്പ് എന്നാ പറയുന്നത്? ഒരു ജീവിയിലെ സ്വഭാവത്തിന്റെ പ്രകട ഗുണം, ഏത് ഗുണമാണോ കാണിക്കുന്നത് അല്ലെ ആ പ്ലാന്റ് എന്താണോ കാണിക്കുന്നത് അതിനെ നമ്മൾ ഫീനോടൈപ്പ് എന്ന് വിളിക്കും. അതിന്റെ ജനിതക ഗുണത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? ജീനോടൈപ്പ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ഒരു ചെടി കൂടുതൽ കാണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഫീനോടൈപ്പ് ആണത്. ഓക്കെ, അതിന്റെ ജനിതക ഘടന, അതിന് കാരണമായിട്ടുള്ള ജനിതക ഘടനയാണ് നമ്മൾ ജീനോടൈപ്പ് എന്ന് പറയുക. അപ്പം നോക്കിക്കാണുമ്പോൾ നമുക്ക് ഒബ്സർവബിൾ ആയിട്ടുള്ള ക്യാരക്ടർ എന്താണോ അതിനെ നമ്മൾ ഫീനോടൈപ്പ് എന്ന് പറയും. ജനിതക ഘടനയെ നമ്മൾ എന്താ വിളിക്കുക? ജീനോടൈപ്പ് എന്നാ വിളിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ, അലീലുകൾ പറഞ്ഞു, ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ജീനോടൈപ്പ്, ഫീനോടൈപ്പ്, ഇതെല്ലാം മെന്റൽ എങ്ങനെയാ പറഞ്ഞിട്ടുള്ളതെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഈ അലീൽ എന്താ, ജീനോടൈപ്പ് എന്താ, ഫീനോടൈപ്പ് എന്താന്ന് ഈ ഒരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു കൺഫ്യൂഷൻ, എന്തെങ്കിലും നമ്മളിപ്പോൾ പറഞ്ഞു വന്നതിൽ എവിടെയെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സാമ്പിളോട് കൂടി അതങ്ങ് ക്ലിയർ ആയി കിട്ടും കേട്ടോ. സോ നമ്മൾ പറഞ്ഞ സെയിം എക്സ്പെരിമെന്റ് ആണ് ഇത്. മാതൃസസ്യങ്ങളായിട്ട് നമ്മൾ ഹൈറ്റ് അല്ലെ, ചെടിയുടെ ഉയരമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം മാതൃസസ്യങ്ങൾ അല്ലെങ്കിൽ പാരന്റൽ പ്ലാന്റ് ആയിട്ട് എടുത്തിട്ടുള്ളത് ഉയരം കൂടിയ ചെടിയും പിന്നെ അതുപോലെ തന്നെ ഒരു ഉയരം കുറഞ്ഞ ചെടിയുമായിരുന്നില്ലേ, നിങ്ങൾ ഓർക്കുന്നില്ലേ? ഇവിടെ ഒരു ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതുമായിട്ടുള്ള ചെടിയായിരുന്നു. നമുക്ക് ഉയരം കൂടിയ ഒരു ചെടിയാണ് അത് രണ്ടും ക്രോസ് ചെയ്തപ്പോൾ കിട്ടിയത്. പിന്നെ നമ്മൾ ഇതിന് സ്വപരാഗണം നടത്തിയപ്പോൾ 3 ഉയരം കൂടിയ ചെടിക്ക് ഒരു ഉയരം കുറഞ്ഞ ചെടി എന്നുള്ള അനുപാതത്തിൽ നമുക്ക് 2ാം തലമുറയിലെ സസ്യങ്ങളും കിട്ടി. അപ്പം സെയിം തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ നോക്കിക്കോളൂ, ഉയരം കൂടിയത് കാണിക്കാൻ ഒരു ഗുണം, ഉയരം എന്ന് പറയുന്ന ഗുണത്തെ കാണിക്കാൻ എത്ര അലീൽ ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞത്? 2 അലീൽ അല്ലെ. അപ്പം ഉയരം കൂടിയത് കാണിക്കാൻ വേണ്ടി മാതൃസസ്യത്തിൽ നമ്മൾ 2 ക്യാപിറ്റൽ ടി അല്ലെ, ക്യാപിറ്റൽ ടി എടുത്തു. ഉയരം കുറഞ്ഞത് കാണിക്കാൻ സ്മോൾ ടി എടുത്തു. അപ്പം
ഉയരം കൂടിയത് കാണിക്കാൻ വേണ്ടിയിട്ട് 2 ക്യാപിറ്റൽ ടി എടുത്തു, ഉയരം കുറഞ്ഞത് കാണിക്കാൻ വേണ്ടിയിട്ട് സ്മോൾ ടി എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ ഇതിന്റെ ബീജകോശങ്ങൾ എപ്പോഴും നമ്മൾ ആ ലെറ്റർ എഴുതിയതിനു ശേഷം ഒന്ന് റൗണ്ട് ചെയ്യും. ഓക്കെ, അതാണ് അതിന്റെ ബീജകോശങ്ങളെ കാണിക്കുക. അപ്പൊ ഇതിൽ 2 ക്യാപിറ്റൽ ടിയുടെ ബീജകോശം എന്തായിരിക്കും, ക്യാപിറ്റൽ ടി ആയിരിക്കും. 2 സ്മോൾ ടിയുടെ ബീജകോശം എന്തായിരിക്കും, സ്മോൾ ടിയും ആയിരിക്കും. അപ്പൊ ബീജകോശങ്ങളാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു അതിനൊരു റൗണ്ടിലേക്ക് ആക്കി. ഓക്കെ, നമ്മൾ ആ ബീജകോശം കാണിക്കാൻ വേണ്ടിയിട്ടാണ് റൗണ്ടിലേക്ക് ഇടുന്നത്. അപ്പം ഈ ടിയും അല്ലെ, ബീജകോശങ്ങളുടെ സംയോജനം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ടിയും കൂടെ, ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും കൂടെ കൂടി ചേർന്ന് കഴിഞ്ഞാൽ എന്താ ഫോം ചെയ്യുക, ഒരു ക്യാപിറ്റൽ ടി ഒരു സ്മോൾ ടി അല്ലെ. ഇത്രയും വലിയ കണക്കാണോ ഇത്? അല്ല. ഒരു ക്യാപിറ്റൽ ടിയും ഒരു സ്മോൾ ടിയും കൂടെ രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, ഒരു ക്യാപിറ്റൽ ടിയും ഒരു സ്മോൾ ടിയും. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടുന്ന ചെടി ഏതായിരുന്നു, 1ാം തലമുറ F1-ൽ കിട്ടുന്നത് ഏതായിരുന്നു, ക്യാപിറ്റൽ ടി തന്നെയാണ്. അല്ലെങ്കിൽ ഉയരം കൂടിയത് തന്നെയല്ലേ, ഒരു ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതും ചെയ്ത് ബീജസംയോജനം നടത്തിയപ്പോൾ നമുക്ക് ഉയരം കൂടിയതല്ലേ കിട്ടുന്നത്. അതെ. അപ്പം ഈ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്നത് ഏത് ചെടിയാണ്, ഉയരം കൂടിയ ചെടിയാണ് അല്ലേ, ഉയരം കൂടിയ ചെടിയാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചു, അയ്യോ എവിടെ പോയി ഉയരം കുറഞ്ഞ ചെടി എവിടെ പോയെന്ന് മെന്റല് അന്വേഷിച്ചപ്പോഴാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, 1ാം തലമുറയിലെ ചെടികളെല്ലാം കൂടെ എന്ത് ചെയ്തു, സ്വപരാഗണം നടത്തി. എന്ത് നടത്തി, സെൽഫ് പോളിനേഷൻ അല്ലെങ്കിൽ സ്വപരാഗണം നടത്തി. അപ്പം എന്ത് ചെയ്തു, ഇതിനെ സെൽഫ് പോളിനേറ്റ് ചെയ്യുമ്പം ക്യാപിറ്റൽ ടി സ്മോൾ ടി തന്നെ എന്ത് ചെയ്തു, ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിട്ട് എന്ത് ചെയ്തു, സ്വപരാഗണം നടത്തി. ക്യാപിറ്റൽ ടി സ്മോൾ ടിയും ക്യാപിറ്റൽ ടി സ്മോൾ ടിയും കൂടെ സ്വപരാഗണം നടത്തി. അപ്പൊ ഇതിന്റെ ഗാമേറ്റ് അല്ലെങ്കിൽ ബീജകോശങ്ങൾ എങ്ങനെയാ ഉണ്ടാവുക, ഒരു ക്യാപിറ്റൽ ടിയും ഉണ്ട്, ഒരു സ്മോൾ ടിയും ഉണ്ട്. അപ്പൊ നമ്മൾ ബീജകോശങ്ങൾ എഴുതുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം, ഒരു റൗണ്ടിലിടണം. അപ്പൊ ക്യാപിറ്റൽ ടി എടുത്ത് ഒരു റൗണ്ടിലിട്ടു, സ്മോൾ ടീനെ എടുത്ത് വേറൊരു റൗണ്ടിലിട്ടു, ക്യാപിറ്റൽ ടീനെ ഒരു റൗണ്ടിലിട്ടു, സ്മോൾ ടീനെ ഒരു റൗണ്ടിലിട്ടു. ഇങ്ങനെയാണ് നമുക്ക് ബീജകോശങ്ങൾ ഫോം ചെയ്യണത് അല്ലെ. അപ്പം 1ാം തലമുറയുടെ സ്വപരാഗണമാണ് നമ്മൾ പറയുന്നത്. അപ്പം ക്യാപിറ്റൽ ടി സ്മോൾ ടിയിലെ ബീജകോശങ്ങളെ നമ്മൾ ക്യാപിറ്റൽ ടി ആയിട്ടും സ്മോൾ ടി ആയിട്ടും ക്യാപിറ്റൽ ടി ആയിട്ടും സ്മോൾ ടി ആയിട്ടും എഴുതി. അതിനുശേഷം നമുക്ക് ഇതിനെ ക്രോസ് ചെയ്യണം. ബീജസംയോജനം നടക്കുകയാണ്. ക്യാപിറ്റൽ ടിയും ഉണ്ട്, ഇവിടെ ഒരു ക്യാപിറ്റൽ ടിയും ഉണ്ട്. ഈ ക്യാപിറ്റൽ ടിയും കൂടി ആവുമ്പോൾ എന്താ വരിക, ക്യാപിറ്റൽ ടി എന്നല്ലേ വരിക. ഓക്കെ, ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ അത് ഉയരം കൂടിയതല്ലേ, അതെ. ഓക്കെ, ഇനി ഈ ക്യാപിറ്റൽ ടിയും ഇവിടെ ഒരു സ്മോൾ ടി ഇല്ലേ, ഈ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എന്താ വരിക, ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇതെന്താണ്, ഉയരം കൂടിയതാണോ കുറഞ്ഞതാണോ, ഉയരം കൂടിയത് അല്ലേ. കാരണം എന്താണ്, ഈ ക്യാപിറ്റൽ വന്നു കഴിഞ്ഞാൽ അതാണ് നമ്മൾ പറഞ്ഞത്, എന്താ, പ്രകട ഗുണവും ഗുപ്ത ഗുണവും നമ്മൾ ഇനി പഠിക്കും. അപ്പൊ ഇതിനകത്ത് ഇത് നമുക്ക് ക്യാപിറ്റൽ ടി വന്നു കഴിഞ്ഞാൽ ആ ഗുണമാണ് ഇത് കാണിക്കുക. അപ്പം ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നു കഴിഞ്ഞാൽ ഉയരം കൂടിയത് എന്ന് പറയുന്ന ഗുണമാണ് കാണിക്കുക. അപ്പൊ ക്യാപിറ്റൽ ടി കഴിഞ്ഞ് ഇനി ഈ ഒരു സ്മോൾ ടിയും ഈ ഒരു ക്യാപിറ്റൽ ടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, ക്യാപിറ്റൽ ടി സ്മോൾ ടി കിട്ടും. അതും ഉയരം കൂടിയതല്ലേ, കാരണം ഇവിടെ ക്യാപിറ്റൽ ടി വന്നില്ലേ. അപ്പൊ അതെന്താണ്, ഉയരം കൂടിയത്. ഇനി ഈ ഒരു സ്മോൾ ടിയും അവിടെയുള്ള ഒരു സ്മോൾ ടിയും കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്മോൾ ടി കിട്ടും. രണ്ടും സ്മോൾ ടി അല്ലേ. അപ്പൊ ഇതിനകത്ത് ഉയരം കൂടിയത് എന്ന് പറയുന്ന ഗുണം എവിടെയെങ്കിലും ഉണ്ടോ, ഇല്ല അല്ലെ. അപ്പൊ സ്മോൾ ടി വന്നു കഴിഞ്ഞാൽ എന്താണ്, ഉയരം കുറഞ്ഞതായിരിക്കും കിട്ടുക. സ്മോൾ ടി വന്നു കഴിഞ്ഞാൽ എന്താ കിട്ടുക, ഉയരം കുറഞ്ഞതാണ് കിട്ടുക. അപ്പൊ നിങ്ങൾ നോക്കിയേ, 1ാം തലമുറയുടെ സ്വപരാഗണത്തിന് ശേഷം 3 ഉയരം കൂടിയ ചെടിയും 1 ഉയരം കുറഞ്ഞ ചെടിയുമാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. അപ്പൊ റേഷ്യോ എന്താ വരിക, അംശബന്ധം എന്താ വരിക, 3:1 എന്ന അനുപാതത്തിലായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പം 1ാം തലമുറയുടെ സ്വപരാഗണം നടത്തിയപ്പോൾ കിട്ടിയിട്ടുള്ളത് 3:1 എന്നുള്ള അനുപാതത്തിലാണ് ഉയരം കൂടിയത് ഉയരം കുറഞ്ഞത് കിട്ടിയിട്ടുള്ളത്. ക്ലിയർ അല്ലേ? അതന്നെയല്ലേ നമ്മൾ നേരത്തെയും പറഞ്ഞത്.
ഇവിടെ നമുക്ക് എന്താണ് ഏകദേശം ഇത് തമ്മിലുള്ള അനുപാതം എന്ന് പറയുന്നത്, ഗുണങ്ങൾ തമ്മിലുള്ള അനുപാതം 3:1, 3:1 തന്നെയല്ലേ നമുക്ക് നേരത്തെയും കിട്ടിയിട്ടുള്ളത്. സെയിം തന്നെ നമ്മൾ എന്താണ് അലീൽസ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്തതാണ് നിങ്ങൾ ഇപ്പൊ കണ്ടിട്ടുള്ളത്. ഒന്നുമില്ല, ഒന്നും കൂടെ ബ്രീഫ് ചെയ്ത് തരാം. നമ്മൾ ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതുമായിട്ടുള്ള മാതൃസസ്യങ്ങൾ എടുത്ത് നമ്മൾ എന്ത് ചെയ്തു, ക്രോസ് ചെയ്തു. അപ്പൊ ബീജകോശങ്ങളെ മാർക്ക് ചെയ്തു, ക്യാപിറ്റൽ ടി ഇട്ട് റൗണ്ടിലിട്ടു, സ്മോൾ ടി ഇട്ടു റൗണ്ടിലിട്ടു. എന്നിട്ട് നമുക്ക് ഒന്നാം തലമുറയിൽ ഉയരം കൂടിയതായിട്ടുള്ള ക്യാപിറ്റൽ ടി സ്മോൾ ടി കിട്ടി. അതിൻ്റെ സ്വപരാഗണം നടത്തിയപ്പോൾ നമുക്ക് 3 ഉയരം കൂടിയത് അല്ലേ, ഒരു ക്യാപിറ്റൽ ടി ഒരു ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഒരു ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഒരു സ്മോൾ ടി കിട്ടി. ഈ ക്യാപിറ്റൽ ടി വന്നു കഴിഞ്ഞാൽ അതെന്താണ്, ഉയരം കൂടിയത് എന്നുള്ള ഗുണമായിരിക്കും അത് കാണിക്കുന്നുണ്ടാവുക. ഓക്കെ, അതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. സ്മോൾ ടി വന്നു കഴിഞ്ഞാൽ അത് ഉയരം കുറഞ്ഞത് എന്ന് പറയുന്ന ഗുണമായിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഇത്രയേ ഉള്ളൂ മെൻഡലിന്റെ ഏത് മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ് കേട്ടോ. ഡൈ ഹൈബ്രിഡ് ക്രോസിൽ 2 ഗുണങ്ങൾ എടുക്കും. അത് നമുക്ക് നെക്സ്റ്റ് സെഷനിലായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. ഇത് മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ കാര്യം മാത്രമാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഈ ഒരു 3:1, 3:1 എന്ന് പറയുന്ന കാര്യം. ഓക്കെ അല്ലേ? ഇതുവരെ ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ മാതൃസസ്യങ്ങളുടെ ഫീനോടൈപ്പും ജീനോടൈപ്പും, മാതൃസസ്യങ്ങൾ ഏതാണ്, ഇതല്ലേ മാതൃസസ്യങ്ങൾ, ഇതിന്റെ ഫീനോടൈപ്പ് എന്താ, ഉയരം കൂടി കാണുന്നതല്ലേ, പ്രകടമായിട്ടുള്ള ഗുണങ്ങളല്ലേ നമ്മൾ ഫീനോടൈപ്പ് എന്ന് പറയാ. അപ്പം മാതൃസസ്യങ്ങളുടെ ഫീനോടൈപ്പ് ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതും. ഉയരം കൂടിയത് ഇതിന്റെ ജീനോടൈപ്പ് വരുന്നത് ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയുമാണ് അല്ലെ. അപ്പൊ മാതൃസസ്യങ്ങളുടെ ഫീനോടൈപ്പും ജീനോടൈപ്പും പറഞ്ഞു. ഒന്നാം തലമുറ സസ്യത്തിന്റെ ഫീനോടൈപ്പും ജീനോടൈപ്പും, ഒന്നാം തലമുറ സസ്യം ഏതാണ്, ഉയരം കൂടിയതല്ലേ ഇതിന്റെ ഫീനോടൈപ്പ് എന്ന് പറയുന്നത് അല്ലേ, കാണുന്നത് എന്താണോ അതാണ് ഫീനോടൈപ്പ്. അപ്പം ഒന്നാം തലമുറ സസ്യത്തിന്റെ ഉയരം കൂടിയത് എന്നുള്ളതാണ് ഫീനോടൈപ്പ്. ജീനോടൈപ്പ് എന്ന് പറയുന്നത് ഏതാ, ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ് ഇതിന്റെ ജീനോടൈപ്പ്. പിന്നെ ഉയരം കൂടിയ മാതൃസസ്യത്തിന്റെയും ഒന്നാം തലമുറ സസ്യത്തിന്റെയും ജീനോടൈപ്പുകൾ, ഉയരം കൂടിയ മാതൃസസ്യത്തിന്റെയും ഒന്നാം തലമുറ സസ്യത്തിന്റെയും ജീനോടൈപ്പുകൾ. മാതൃസസ്യത്തിന്റെ ഉയരം കൂടിയ ജീനോടൈപ്പ് ഏതാണ്, ക്യാപിറ്റൽ ടിയാ. പക്ഷെ ഉയരം കൂടിയ ഒന്നാം തലമുറ സസ്യത്തിന്റെ ജീനോടൈപ്പ് എന്താണ്, ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ് അല്ലെ. ഇത് ക്യാപിറ്റൽ ടി ആണ്. F1 ഉള്ളത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. ഓക്കെ, ഇനി രണ്ടാം തലമുറയിലെ സ്വഭാവങ്ങളുടെ അനുപാതം. രണ്ടാം തലമുറയിൽ ഉണ്ടാക്കിയിട്ടുള്ള സസ്യങ്ങളുടെ സ്വഭാവത്തിലുള്ള അനുപാതം എന്താണ്? അനുപാതം ഉയരം കൂടിയത് ഈസ്റ്റു ഉയരം കുറഞ്ഞത്. എന്താ വരിക? ഉയരം കൂടിയത് ഈസ്റ്റു ഉയരം കുറഞ്ഞത് എന്ന് പറയുന്നത് എന്തനുപാതത്തിലാണെന്ന് നമ്മൾ പറഞ്ഞു? 3:1 എന്ന് പറയുന്ന അനുപാതത്തിലാണ് അല്ലെ. 3:1 എന്ന് പറയുന്ന അനുപാതത്തിലാണ് വരുന്നത്. അതിനുശേഷം മെൻഡലിന്റെ ഈ ഒരു പരീക്ഷണമൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം മെൻഡലിന്റെ അനുമാനങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത്. അപ്പം ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് 2 ഘടകങ്ങൾ ചേർന്നിട്ടാണ് ഒരു സ്വഭാവത്തിനെ നിയന്ത്രിക്കുന്നത്. ഒരു ജോഡി വിപരീത ഗുണങ്ങളെ വർഗസങ്കരണത്തിന് വിധേയമാക്കുമ്പോൾ ഒന്നാം തലമുറയിലെ സന്താനങ്ങളിൽ വിപരീത ഗുണങ്ങളിൽ ഒന്ന് മാത്രം പ്രകടമാക്കുകയും മറ്റേത് മറഞ്ഞിരിക്കുകയും ചെയ്യുമെന്നാണ് മെൻഡൽ പറയുന്നത്. ഇങ്ങനെ കേൾക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും മനസ്സിലാവാത്ത പോലെ ഉണ്ടോ? എന്താ പറയുന്നത്? ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് 2 ഘടകങ്ങൾ ചേർന്നാണ് അല്ലെ. നമ്മളിപ്പം ഉയരം എന്ന് പറയുന്ന സ്വഭാവത്തെ നിയന്ത്രിക്കാൻ 2 ഘടകങ്ങളല്ലേ, ഉയരം കൂടിയതുമുണ്ട് ഉയരം കുറഞ്ഞതുമുണ്ട് അല്ലെ. അപ്പൊ ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് 2 ഘടകങ്ങളാണ്. ആൻഡ് ഒരു ജോഡി വിപരീത ഗുണങ്ങളെ വർഗസങ്കരണത്തിന് വിധേയമാക്കുമ്പോൾ, ഇവിടെ ഏത് ജോഡി വിപരീത ഗുണത്തെയാണ് അദ്ദേഹം വർഗസങ്കരണത്തിന് വിധേയമാക്കിയത്? ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതും. അപ്പം ഒരു ജോഡി വിപരീത ഗുണങ്ങളെ വർഗസങ്കരണത്തിന് വിധേയമാക്കുമ്പോൾ ഒന്നാം തലമുറയിലെ സന്താനങ്ങളിൽ അല്ലെ
ഒന്നാം തലമുറയിലെ സന്താനത്തിൽ ഉയരം കൂടിയതും കുറഞ്ഞതും കൂടി വർഗസംകരണം നടത്തിയപ്പം ഒന്നാം തലമുറയിൽ ഉയരം കൂടിയത് എന്ന് പറയുന്ന ഗുണമല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അതാ പറയുന്നത് ഒന്നാം തലമുറയിലെ സന്താനങ്ങളിൽ വിപരീത ഗുണങ്ങളിൽ ഒന്ന് മാത്രം, അല്ലെ, ഉയരം കൂടിയത് എന്ന് പറയുന്ന ഒന്ന് മാത്രമേ പ്രകടമാക്കിയിട്ടുള്ളൂ. മറ്റേത് എന്തായിപ്പോയി, മറഞ്ഞിരിക്കുകയും ചെയ്യും, അല്ലെ. ഉയരം കുറഞ്ഞത് എന്ന് പറയുന്ന ഗുണം നമുക്ക് അവിടെ കാണാൻ പറ്റിയിട്ടില്ല. ഉയരം കൂടിയതും കുറഞ്ഞതും കൂടെ ക്രോസ് ചെയ്തപ്പോൾ ഉയരം കൂടിയത് മാത്രമേ നമുക്ക് ഒന്നാം തലമുറയിൽ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു, അപ്പൊ അങ്ങനത്തെ സന്താനങ്ങളിൽ വിപരീത ഗുണങ്ങളിൽ ഒന്ന് മാത്രമാണ് പ്രകടിപ്പിക്കുകയുള്ളൂ, മറ്റേത് എന്താവുന്ന പറഞ്ഞത്, മറഞ്ഞിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാം തലമുറയിൽ പ്രത്യക്ഷപ്പെട്ട ഗുണത്തെ നമ്മൾ പ്രകട ഗുണം അല്ലെങ്കിൽ ഡോമിനന്റ് ട്രൈറ്റ് എന്നും മറഞ്ഞിരിക്കുന്നതിനെ നമ്മൾ ഗുപ്ത ഗുണം അല്ലെങ്കിൽ റെസസീവ് ട്രൈറ്റ് എന്നും പറയും. അപ്പം ഒന്നാം തലമുറയിൽ പ്രകട ഗുണം എന്താ, ഇവിടെ ഉയരം കൂടിയതല്ലേ, അപ്പം ആ പ്രകടമാക്കിയിട്ടുള്ള ഗുണത്തിന് നമ്മൾ ഡോമിനന്റ് ട്രൈറ്റ് എന്ന് പറയും. ആ മറഞ്ഞിരിക്കുന്ന ഗുണത്തിന് നമ്മൾ എന്താ പറയാ, ആ ഗുപ്ത ഗുണം അല്ലെങ്കിൽ എന്താ പറയാ, റെസസീവ് ട്രൈറ്റ് എന്ന് പറയും. അപ്പം രണ്ട് ഗുണങ്ങളാ, പ്രകട ഗുണവും ഗുപ്ത ഗുണവും. കാണിക്കുന്ന ഗുണത്തിനെയാണ് നമ്മൾ, പ്രകടിപ്പിക്കുന്ന ഗുണത്തിന് നമ്മൾ പ്രകട ഗുണം എന്ന് പറയും. ആ മറഞ്ഞിരിക്കുന്ന ഗുണത്തിന് നമ്മൾ ഗുപ്ത ഗുണമെന്നും പറയും. ഒന്നാം തലമുറയിൽ മറഞ്ഞിരിക്കുന്ന ഗുണങ്ങൾ രണ്ടാം തലമുറയിൽ പ്രകടമാകുന്നുണ്ട്, അല്ലെ. ക്ലിയർ അല്ലെ. ഒന്നാം തലമുറയിൽ ഉയരക്കുറവ് എന്ന് പറയുന്ന ഗുണം ഗുപ്ത ഗുണം അല്ലെങ്കിൽ മറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ രണ്ടാം തലമുറയിൽ വന്നപ്പോ ചെറിയ, അല്ലെ, ഉയരം കുറഞ്ഞ സസ്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതാ പറയുന്നേ, ഒന്നാം തലമുറയിൽ മറഞ്ഞിരിക്കുന്ന ഗുണങ്ങൾ രണ്ടാം തലമുറയിൽ പ്രകടമാകുന്നുണ്ട്. ലിംഗകോശങ്ങൾ അല്ലെങ്കിൽ ഗാമീറ്റ്സ് ഉണ്ടാകുമ്പോൾ സ്വഭാവത്തെ നിർണയിക്കുന്ന ഘടകങ്ങൾ കൂടിക്കലരാതെ വേർപിരിയുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ക്യാപിറ്റൽ ടി അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്ന ഒരു സാധനം ഗ്യാമേറ്റ് ഫോം ചെയ്യുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്യാമേറ്റും സ്മോൾ ടി എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്യാമേറ്റോ ഫോം ചെയ്തത്, അല്ലെ. അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണോ ഗ്യാമേറ്റ് ഫോം ചെയ്യുന്നത്, അല്ല അത് രണ്ടും കൂടിക്കലർന്നിട്ടാണോ ഗ്യാമേറ്റ്സ് ഫോം ചെയ്യുന്നത്, ഇല്ല. അത് രണ്ടും കൂടിക്കലരാതെയാണ്, ഘടകങ്ങൾ കൂടിക്കലരാതെയാണ് വേർപിരിയുന്നത്. ഓക്കെ, അപ്പൊ ഉയരം കൂടിയതും കുറഞ്ഞതും കൂടെ വന്നു കഴിഞ്ഞാൽ ഉയരം കൂടിയ ഗാമേറ്റ് വേറെ, ഉയരം കുറഞ്ഞ ഗാമേറ്റ് വേറെ, അത് രണ്ടും കൂടെ മിക്സ് ആവുന്നില്ല. ഓക്കെ, അത് രണ്ടും കൂടെ കൂടിക്കലരുന്നില്ല. അതാ പറഞ്ഞത്, ലിംഗകോശങ്ങൾ അല്ലെങ്കിൽ ഗാമേറ്റ്സ് ഉണ്ടാകുമ്പം സ്വഭാവത്തെ നിർണയിക്കുന്ന ഘടകങ്ങൾ കൂടിക്കലരാതെ വേർപിരിയുന്നു. രണ്ടാം തലമുറയിലെ സന്താനങ്ങളിൽ പ്രകട ഗുണമുള്ളവയുടെയും ഗുപ്ത ഗുണമുള്ളവയുടെയും അനുപാതം 3:1 ആണ്. ശരിയല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, ഉയരം കൂടിയത് ഈസ്റ്റു ഉയരം കുറഞ്ഞത്. ഉയരം കൂടിയതാണ് നമ്മുടെ പ്രകട ഗുണം, ഉയരം കുറവ് നമ്മുടെ ഗുപ്ത ഗുണമാണ്, അല്ലെ, മറഞ്ഞിരിക്കുന്ന ഗുണമാണ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പ്രകട ഗുണമുള്ളവയുടെയും ഗുപ്ത ഗുണമുള്ളവയുടെയും അനുപാതം 3:1 ആണ്, അല്ലെ. നമ്മൾ ഓൾറെഡി പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഉയരക്കൂടുതലും ഉയരക്കുറവും ചേർന്ന് ഇടത്തരം ഉയരമുള്ള സസ്യമുണ്ടായില്ല. എന്തുകൊണ്ട്, അല്ലെ. ഉയരം കൂടിയതുണ്ട്, ഉയരം കുറഞ്ഞതുണ്ട്. എന്നാൽ ഈ രണ്ട് പ്ലാന്റും കൂടെ ചേർന്നിട്ട് മോഡറേറ്റ് ഹൈറ്റ്, ഇടത്തരം ഉയരമുള്ള ഒരു സസ്യം ഉണ്ടായോ, ഇല്ല. അതാ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ്, ലിംഗകോശങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വഭാവത്തെ നിർണയിക്കുന്ന ഘടകങ്ങൾ അത് കൂടിക്കലരുന്നില്ല. അതൊന്നില്ലേ ഉയരം കൂടിയത് അല്ലെങ്കിൽ ഉയരം കുറഞ്ഞത്, അത് വേർപിരിയും. കൂടിക്കലരാതെയാണ് അത് വേർപിരിയുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യില്ല, ഇടത്തരം ഉയരമുള്ള സസ്യം ഉണ്ടാവുന്നില്ല. ഒന്നാം തലമുറയിൽ പ്രകടമാകാത്ത ഗുണം രണ്ടാം തലമുറയിൽ പ്രത്യക്ഷപ്പെട്ടല്ലോ, അതെങ്ങനെയായിരിക്കും? അടുത്ത ഘട്ടത്തിൽ അതെന്താണ്, ഒരെണ്ണം ഗുപ്ത ഗുണവും ഒരെണ്ണം പ്രകട ഗുണവുമാണ്, അല്ലെ. അത് അതിനകത്ത് തന്നെ ഉണ്ട്. അതിന്റെ അലീൽസ് ഡിഫറെന്റ് ആണ്, അല്ലെ. അലീൽസ് നമുക്ക് ഈ പ്രകട ഗുണം ഒന്നാം തലമുറയുടെ അലീല ക്യാപിറ്റൽ ടി സ്മോൾ ടി ആ. അപ്പൊ ഈ സ്മോൾ ടി അവിടെ മറഞ്ഞിരിക്കുകയാണ്, അല്ലെ. ആ മറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ നമ്മൾ സെൽഫ് പോളിനേഷൻ ചെയ്തപ്പോൾ അല്ലെങ്കിൽ സ്വപരാഗണം നടത്തിയപ്പോൾ ഈ ടീയും കൂടെ ചേർന്നിട്ട് സ്മോൾ ടി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തത്, ഉയരം കുറഞ്ഞ പ്ലാന്റ് ഉണ്ടായത്. ഓക്കെ,
അടുത്ത ഘട്ടത്തിൽ ഒരേ ചെടിയിലെ 2 ജോഡി വിപരീത ഗുണങ്ങളുടെ പ്രേഷണം അദ്ദേഹം നിരീക്ഷണ വിധേയമാക്കി. ഇപ്പം ഉയരം എന്ന് പറയുന്ന ഒരൊറ്റ ഗുണമല്ലേ അദ്ദേഹം ഫസ്റ്റ് സ്റ്റേജിൽ നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്ത സ്റ്റേജിൽ എന്ത് ചെയ്തു? 2 ഗുണങ്ങൾ, ഒരേ ഇതുള്ള 2 ഗുണങ്ങൾ, വിപരീത ഗുണങ്ങളുടെ പ്രേഷണം എന്ത് ചെയ്തു? അദ്ദേഹം നിരീക്ഷണ വിധേയമാക്കി. അത് ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് അറിയപ്പെടുന്നു. ആ അടുത്ത സ്റ്റേജിൽ അദ്ദേഹം നിരീക്ഷണം നടത്തിയിട്ടുള്ളതിന് എന്താ പറയുന്നത്? ഡൈഹൈബ്രിഡ് ക്രോസ് എന്നാണ് അറിയപ്പെടുന്നത്. സോ ഇത്രയാണ് നമുക്ക് നമ്മുടെ ഈ മെന്റലിന്റെ ഉയരക്കൂടുതൽ അല്ലെങ്കിൽ ഉയരം എന്ന് പറയുന്ന മോണോ ഹൈബ്രിഡ് അല്ലെ, ആ ഒരു ഗുണം വെച്ചിട്ട് ക്രോസ് ചെയ്തിട്ടുള്ള മോണോ ഹൈബ്രിഡ് ക്രോസിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അടുത്തത് നമുക്ക് ഡൈഹൈബ്രിഡ് ക്രോസിനെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. അപ്പം മെന്റലിന്റെ പരീക്ഷണത്തിൽ മോണോ ഹൈബ്രിഡ് ക്രോസ് അല്ലെ, ഒരു ജോഡി വിപരീത ഗുണങ്ങളെയാണ് ആദ്യം പരിഗണിച്ചിട്ടുള്ളത്. അതാണ് മോണോ ഹൈബ്രിഡ് ക്രോസ്. ഉയരം കൂടിയതും കുറഞ്ഞതും കൂടെ ക്രോസ് ചെയ്ത് അപ്പം 1-ാം തലമുറയിൽ ഉയരം കൂടിയത് കിട്ടി. അതിന് സ്വപരാഗണം നടത്തിയപ്പോൾ 3 ഉയരം കൂടിയതിന് 1 ഉയരം കുറഞ്ഞ ചെടി എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. ആൻഡ് അദ്ദേഹം ഇന്ന് നമ്മൾ ജീനുകൾ എന്ന് വിളിക്കുന്ന ഇതിനെ അദ്ദേഹം അന്ന് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഒരു സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ജീനിന് വ്യത്യസ്ത തരം എന്തുണ്ടാവും? വ്യത്യസ്ത തരങ്ങൾ ഉണ്ടാവും. ഒരു ജീനിന്റെ വ്യത്യസ്ത തരങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? അലീലുകൾ എന്ന് പറയുന്നത്. അപ്പൊ സാധാരണയായിട്ട് ഒരു ജീനിന് 2 അലീലുണ്ടാവും. അപ്പോൾ ഉയരത്തിന്റെ കേസിൽ നമ്മൾ ഉയരം കൂടിയത് നമ്മൾ ക്യാപിറ്റൽ ടി ഇട്ടിട്ടും ഉയരം കുറഞ്ഞതിന് നമ്മൾ സ്മോൾ ടി ഇട്ടിട്ടും അങ്ങനെ 2 അലീല് വെച്ചിട്ടാണ് സൂചിപ്പിക്കുക. അപ്പം അതിൽ പ്രകടമായിട്ടുള്ള ഗുണത്തെ നമ്മൾ ഫീനോടൈപ്പ് എന്ന് പറയും. അതിന് കാരണമായിട്ടുള്ള ജനിതക ഘടനയെ നമ്മൾ എന്ത് പറയും? ജീനോടൈപ്പ് എന്ന് പറയും. പിന്നെ നമ്മൾ ആ ഒരു ക്രോസ് റെപ്രസെന്റ് ചെയ്തു. അതിനുശേഷം മെന്റലിന്റെ അനുമാനങ്ങൾ അല്ലെ, എന്തൊക്കെ അനുമാനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം അത്രയും റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച കാര്യങ്ങളാണ് അല്ലെ. നമ്മൾ പോലും ചിന്തിക്കാത്ത പല വഴികളിലൂടെ അദ്ദേഹം പോയി. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന 2 ഘടകങ്ങൾ ചേർന്നിട്ടാണ് നിയന്ത്രിക്കുക. അതിനകത്ത് 1-ാം തലമുറയിൽ സന്താനങ്ങളിൽ വിപരീത ഗുണത്തിൽ 1 മാത്രമേ പ്രകടമാവുകയുള്ളൂ. മറ്റേത് എന്ത് ചെയ്യും? മറഞ്ഞിരിക്കും. പ്രകടമായതിനെ പ്രകടഗുണം എന്നും മറഞ്ഞിരിക്കുന്നതിനെ ഗുപ്തഗുണം എന്നും പറയും. ആൻഡ് 1-ാം തലമുറയിൽ മറഞ്ഞിരുന്നാലും അത് 2-ാം തലമുറയിൽ എന്താവുന്നുണ്ട്? പ്രകടമാവുന്നുണ്ട്. 3:1 ആണ് അനുപാതം. അതുപോലെ തന്നെ ലിംഗകോശങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ്? സ്വഭാവങ്ങളെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ കൂടിക്കലർന്നില്ല അല്ലെ, അത് മിക്സ് ആവാതെയാണ് വേർപിരിയുന്നത്. അതിനോടൊപ്പം അടുത്ത ഘട്ടത്തിൽ അദ്ദേഹം എന്താ ചെയ്തത്? ഇപ്പം ഉയരം എന്ന് പറയുന്ന ഒറ്റ ഗുണമാണ് കൺസിഡർ ചെയ്തത്. അടുത്ത ഘട്ടത്തിൽ ഉയരത്തിന്റെ കൂടെ വേറെയും ഗുണം അല്ലെ, വേറൊരു ഗുണവും കൂടെ ചേർന്നിട്ട് അല്ലെങ്കിൽ 2 ഗുണങ്ങൾ വെച്ചിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്? പരീക്ഷണം നടത്തുന്നത്. ആ പരീക്ഷണം നമുക്ക് നെക്സ്റ്റ് അടുത്തൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.